ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, സെപ്റ്റംബർ 8 ലോഗോസ് ക്വിസ് നടത്തപ്പെടുകയാണല്ലോ. അതിനുള്ള തയ്യാറെടുപ്പിലാണല്ലോ എല്ലാവരും. നമുക്ക് ഈ എപ്പിസോഡിൽ എഫെസോസുകാർക്കുള്ള ലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലെ 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഈ ലേഖന ഭാഗത്ത് 25 ചോദ്യങ്ങൾ മാത്രമേ ലോഗോസ് ക്വിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിനാൽ നാം ഈ ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കിയാൽ 90% മാർക്കെങ്കിലും വാങ്ങിക്കുവാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും ഇതിനോട് സഹകരിക്കുമല്ലോ. ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല, തിരുവചന സത്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വചനഭാഗം ഉപകാരമാകട്ടെ. ഈ എപ്പിസോഡിൻ്റെ എല്ലാം മുൻപ് ഉള്ള എപ്പിസോഡുകളിൽ ഓരോ അധ്യായത്തെക്കുറിച്ചും കൃത്യമായ ചോദ്യോത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ഇനി ചോദ്യോത്തരങ്ങൾ നോക്കാം. ചോദ്യം 1. മഹാപ്രേക്ഷിതൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിശുദ്ധ പൗലോസ്. 2. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 13 ആരുടേതാണ്? ഉത്തരം വിശുദ്ധ പൗലോസിൻ്റെ. 3. സാവൂൾ എന്ന അറമായ പേരിൻ്റെ റോമൻ ലിഖിതം എന്ത്? പൗലോസ്. 4. പൗലോസ്ലീഹ തൻ്റെ 2ാമത്തെയും 3ാമത്തെയും പ്രേക്ഷിത യാത്രയിൽ എവിടെ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിച്ചത്? ഉത്തരം എഫെസോസ്. 5. പിതാവിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ എന്താണ് കൈവന്നിരിക്കുന്നത്? ഉത്തരം പാവമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും. വാക്യം 1:7. 6. തൻ്റെ പദ്ധതി അനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന ദൈവം ആരിലാണ് നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തത്? ഉത്തരം ക്രിസ്തുവിൽ. വാക്യം 1:11. 7. എന്താണ് രക്ഷയുടെ സദ്വാർത്ത? ഉത്തരം സത്യത്തിൻ്റെ വചനം. വാക്യം 1:12. 8. വാഗ്ദാനം ചെയ്യപ്പെട്ട എന്തിലാണ് നാം ക്രിസ്തുവിൽ മുദ്രിതരായിരിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ. 1:13. 9. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം വീണ്ടെടുക്കാനുള്ള അച്ചാരം എന്ത്? ഉത്തരം പരിശുദ്ധാത്മാവ്. 1:14. 10. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ്? ഉത്തരം മഹത്വത്തിൻ്റെ സമൃദ്ധി. 1:18. 11. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുഭാഗത്ത് ഇരുത്തുകയും ചെയ്തത് എന്താണ്? ഉത്തരം പിതാവിൻ്റെ ശക്തിയുടെ മഹനീയത. 12. സഭ ആരുടെ ശരീരമാണ്? ക്രിസ്തുവിൻ്റെ. 13. ആരിലൂടെയാണ് സകലതും പൂർത്തിയായിരിക്കുന്നത്? ക്രിസ്തുവിലൂടെ. 14. യേശുക്രിസ്തുവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത് എന്തിലൂടെയാണ്? കുരിശിലൂടെ. 1:20. 15. തൻ്റെ ലേഖനത്തിന് അഭിവാദനങ്ങളും ആശംസകളും അർപ്പിക്കാൻ പൗലോസ്ലീഹ ഉപയോഗിക്കുന്ന പദം ഏത്? ഉത്തരം കൃപ. 16. പൗലോസ്ലീഹ എഫെസോസിലെ ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്? വിശുദ്ധർ. അധ്യായം 2. ചോദ്യം 17. എന്ത് മൂലമാണ് ഒരിക്കൽ മൃതരാക്കപ്പെട്ടത്? ഉത്തരം പാപങ്ങളും അപരാധങ്ങളും മൂലം. 18. പാപങ്ങളും അപരാധങ്ങളും മൂലം മൃതരാക്കപ്പെട്ടിരുന്നപ്പോൾ ആരെയാണ് നിങ്ങൾ അനുസരിച്ചിരുന്നത്? അന്തരീക്ഷ ശക്തിയുടെ അധീശനെ. വാക്യം 2:2. 19. ആരോടൊപ്പമാണ് ഒരു കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നത്? ഉത്തരം അനുസരണക്കേടിൻ്റെ മക്കൾക്കൊപ്പം. വാക്യം 2:3. 20. നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കാരുണ്യവാനായ ദൈവം ആരോടുകൂടിയാണ് നമ്മെ ജീവിപ്പിച്ചത്? ഉത്തരം ക്രിസ്തുവിനോട് കൂടെ. 2:4. 21. യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം എന്താണ് വ്യക്തമാക്കുന്നത്? ഉത്തരം തൻ്റെ അപരിമയമായ കൃപയുടെ സമൃദ്ധി. വാക്യം 2:7. 22. വിശ്വാസം വഴി എന്തിലാണ് നാം രക്ഷപ്പെട്ടിരിക്കുന്നത്? ഉത്തരം കൃപയാൽ. 23. എന്താണ് ദൈവത്തിൻ്റെ ദാനം? കൃപ. വാക്യം 2:7. 24. എന്ത് വഴിയാണ് കൃപ ലഭിക്കുന്നത്? വിശ്വാസം വഴി. 2:8. 25. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത്?
ഉത്തരം ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി. 26. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ സമീപസ്ഥരായിരിക്കുന്നത് എന്തുവഴി? ഉത്തരം യേശുവിൻ്റെ രക്തം വഴി. വാക്യം 2:13. 27. എന്തിൻ്റെ എല്ലാം ആധിപത്യമാണ് ഈശോ തൻ്റെ ശരീരത്തിൽ ഇല്ലാതാക്കിയത്? കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും. വാക്യം 2:15. 28. എങ്ങനെയാണ് പരിച്ഛേദരും അപരിച്ഛേദരും ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നത്? ഉത്തരം കുരിശ് വഴി. 2:16. 29. വിദൂരസ്ഥരോടും സമീപസ്ഥരോടും യേശുക്രിസ്തു എന്താണ് പ്രസംഗിച്ചത്? സമാധാനം. 2:17. 30. വിദൂരസ്ഥരും സമീപസ്ഥരും ഓരോ ആത്മാവിൽ ഇരുകൂട്ടർക്കും എവിടെയാണ് പ്രവേശിക്കാൻ സാധിക്കുന്നത്? പിതാവിൻ്റെ സന്നിധിയിൽ. 2:18. 31. സഭയാകുന്ന അടിത്തറയുടെ മൂലക്കല്ല് ആര്? ഉത്തരം ക്രിസ്തു. 32. പൂരിപ്പിക്കുക. ഡാഷ് ദൈവത്തിൻ്റെ വാസസ്ഥലമായിരിക്കുന്ന നിങ്ങളും അവനിൽ പണിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ്. വാക്യം 22:2. അധ്യായം 3. ചോദ്യം 33. പൗലോസ്ലീഹായ്ക്ക് ദൈവിക രഹസ്യം അറിവായത് എങ്ങനെ? ഉത്തരം വെളിപാട് വഴി. 34. വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി ആയത് ആരാണ്? തടവുകാരനായത് ആരാണ്? പൗലോസ്ലീഹ. 35. വിശുദ്ധരായ അപ്പോസ്തലന്മാരും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിൽ വെളിവാക്കപ്പെട്ടത് എന്താണ്? ദൈവിക രഹസ്യം. 36. വിജാതിയർക്ക് കൂട്ടവകാശികളും ഒരേ ശരീരത്തിൽ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കാകുന്നത് എങ്ങനെ? ഉത്തരം വെളിപാട് അനുസരിച്ച്. 3:6. 37. പൗലോസ്ലീഹ തനിക്ക് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാകാൻ എങ്ങനെ കഴിയുമെന്നാണ് പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ കൃപാവരത്താൽ. 3:7. 38. ആരോട് സുവിശേഷം പ്രസംഗിക്കാനുള്ള കൃപയാണ് ദൈവം പൗലോസ്ലീഹായ്ക്ക് നൽകിയത്? ഉത്തരം വിജാതിയരോട്. 3:8. 39. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാനുള്ള എന്ത് നമുക്ക് ഉണ്ട് എന്നാണ് എഫെസോസ് 3:12 കാണുന്നത്? പ്രത്യാശ. 40. എന്തുവഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നാണ് സ്ലീഹ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം വിശ്വാസം വഴി. 3:17. 41. മനുഷ്യൻ്റെ അറിവിനെ അതിജീവിക്കുന്നത് എന്താണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹം. 3:19. 42. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന എന്തിനാണ്? ഉത്തരം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയായവന്. 3:20. 43. സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആർക്ക് മഹത്വമുണ്ടാകട്ടെ എന്നാണ് പറയുന്നത്? അവിടുത്തേക്ക്. ഉത്തരം അങ്ങനെ തന്നെ എഴുതണം, അവിടുത്തേക്ക്. 3:21. അധ്യായം 4. ചോദ്യം 44. പൗലോസ്ലീഹ ആർക്ക് വേണ്ടി തടവുകാരനായിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്? കർത്താവിനു വേണ്ടി. 4:1-45. ജീവിതം എങ്ങനെ നയിക്കുവിൻ എന്നാണ് സ്ലീഹ എഫെസോസ് സഭയ്ക്ക് എഴുതിയത്? ഉത്തരം നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായി. 4:2. 46. എന്തിൻ്റെ ബന്ധനത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ? ഉത്തരം സമാധാനത്തിൻ്റെ. 47. പൂരിപ്പിക്കുക. ഡാഷ് നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഓരോ ശരീരവും ഓരോ ആത്മാവുമാണ് ഉള്ളത്? ഉത്തരം പ്രത്യാശയിൽ. 4:4. 2. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ഡാഷുമേ ഉള്ളൂ. ഒരു ജ്ഞാനസ്നാനം. ചോദ്യം 48. എന്തിനാണ് ക്രിസ്തു ആരോഹണം ചെയ്തത്? ഉത്തരം എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ. 49. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകരുമാകാൻ വരം നൽകിയത് എന്തിന്? ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്താൻ. വാക്യം 4:12. 50.
തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യൻ കൗശലപൂർവ്വം നൽകുന്നത് എന്താണ്? ഉത്തരം വക്രതയാർന്ന ഉപദേശം. 4:14. 51. നാം ആരിലേക്കാണ് വളരേണ്ടിയിരിക്കുന്നത്? ഉത്തരം ശിരസ്സായ ക്രിസ്തുവിലേക്ക്. 4:15. 52. പൗലോസ്ലീഹ എന്താണ് കർത്താവിൽ ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തത്? വ്യഗ്രചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത്. 4:17. 53. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നത് ആര്? ഉത്തരം വിജാതിയർ. 54. ആരിലാണ് സത്യമുള്ളത്? യേശുക്രിസ്തുവിൽ. 55. പൗലോസ്ലീഹ എന്താണ് എഫേസോസ് 4:22 എഴുതിയിരിക്കുന്നത്? ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുവിൻ. 56. എല്ലാവരും താങ്കളുടെ അയൽക്കാരോട് എന്ത് സംസാരിക്കണം? ഉത്തരം സത്യം. 4:25. 57. എന്താണ് സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടു പോവരുതാത്തത്? ഉത്തരം കോപം. 4:26. 58. മോഷ്ടാവിനോട് ശ്ലീഹ എന്താണ് പറയുന്നത്? മാന്യമായി ജോലി ചെയ്യുവിൻ. 4:28. 59. നിങ്ങളുടെ അധരത്തിൽ നിന്നും എന്ത് പുറപ്പെടാതിരിക്കട്ടെ? ഉത്തരം തിന്മയുടെ വാക്കുകൾ. 59. ആരെ വേദനിപ്പിക്കരുത്? പരിശുദ്ധാത്മാവിനെ. 60. ഏത് ദിനത്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൽ മുദ്രിതരായിരിക്കുന്നത്? രക്ഷയുടെ ദിനത്തിനു വേണ്ടി. 61. ദൈവം ആര് വഴിയാണ് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നത്? ഉത്തരം ക്രിസ്തു വഴി. 4:32. അധ്യായം 5. ചോദ്യം 62. എഫേസോസ് 5:1 ആര് അനുകരിക്കാനാണ് ശ്ലീഹാൻ എഴുതിയിരിക്കുന്നത്? ദൈവത്തെ. 63. ആരാണ് നമുക്ക് വേണ്ടി സുരവില കാഴ്ചയായും ബലിയായും തന്നെ ദൈവത്തിന് സമർപ്പിച്ചത്? ക്രിസ്തു. 5:2. 64. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും എന്തുപോലും കേൾക്കാനിടയാകരുത്, പേരുപോലും. 5:3. 63. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാപല്യവും നമുക്ക് യോജിച്ചതല്ല, പകരം എന്താണ് ഉചിതം? ഉത്തരം കൃതജ്ഞതാ സ്തോത്രം. 5:4. 66. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും എന്തിനാണ് അവകാശമില്ലാത്തത്? ഉത്തരം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിന്. 5:5. 67. അനുസരണയില്ലാത്ത മക്കളുടെ മേൽ എന്താണ് നിതംപതിക്കുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ ക്രോധം. 5:6. 68. ഒരിക്കൽ നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, ഇന്ന് നിങ്ങൾ എന്താണ്? ഉത്തരം കർത്താവിൻ്റെ പ്രകാശമായിരിക്കുന്നു. 5:8. 69. എന്തിൻ്റെ ഫലമാണ് സകല നന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷപ്പെടുന്നത്? പ്രകാശത്തിൻ്റെ ഫലം. 5:9. 70. എന്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്? ഉത്തരം അന്ധകാരത്തിൻ്റെ. 5:11. 71. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്നും എഴുന്നേൽക്കുക, ക്രിസ്തു നിന്നിന്മേൽ പ്രകാശിക്കും. ഇതിന് സമാനമായ പഴയ നിയമ ഗ്രന്ഥം വാക്യം ഏത്? അധ്യായവും വാക്യവും പറയുക. യെശയ്യാ 26:19. 72. ആരെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ? എഫേസോസ് 5:15. വിവേകികളെ പോലെ. 73. പോഷന്മാരാകാതെ ആരുടെ അവിഷ്ടം മനസ്സിലാക്കുവിൻ? എഫേസോസ് 5:17. കർത്താവിൻ്റെ. 74. എന്തിൽ പൂരിതരാകുവിൻ എന്നാണ് എഫേസോസ് 5:18 പറയുന്നത്? ആത്മാവിൽ. 75. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും എന്തു ചെയ്യുവിൻ? 5:19. പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. 76. ആരുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. 5:20. 77. ആരാണ് സഭയുടെ ശിരസ്സ്? ക്രിസ്തു. 78. ഭാര്യയുടെ ശിരസ്സ് ആരാണ്? ഭർത്താവ്. 79. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ആർക്ക് വിധേയമായിരിക്കണം? ഭർത്താക്കന്മാർക്ക്. 5:24. 80. ക്രിസ്തു സഭയെ വിശദീകരിക്കുന്നത് ജലം കൊണ്ട് കഴുകി എങ്ങനെ വെണ്മയുള്ളതാക്കി? ഉത്തരം വചനത്താൽ. വാക്യം 5:27.
81 ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് എഫെസോസ് 5:28 പറയുന്നത്? സ്വന്തം ശരീരം എന്നതുപോലെ. 82 സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി ശ്ലീഹ ആരെയാണ് ഉപമിച്ചിരിക്കുന്നത്? ഭാര്യ ഭർത്താക്കന്മാരെ. അധ്യായം 6. ചോദ്യം 83 കുട്ടികൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് എന്താണെന്നാണ് ശ്ലീഹ പറയുന്നത്? ന്യായയുക്തം. 84 നിങ്ങൾ നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും എന്ത് ചെയ്യുവിൻ എന്നാണ് ശ്ലീഹ കുട്ടികളോട് പറയുന്നത്? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവിൻ. 85 പിതാക്കന്മാരോട് എന്താണ് 6:4 പറയുന്നത്? കുട്ടികളിൽ കോപം ഉളവാക്കരുത്. 86 ദാസന്മാരോട് ലൗകിക യജമാനന്മാരോ ആരോ എന്നതുപോലെ അനുസരിക്കണമെന്നാണ് പൗലോസ്ലീഹ എഴുതിയത്? ക്രിസ്തുവിനോടെന്നതുപോലെ. 87 പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതമനുസരിച്ചുകൊണ്ട് ആരുടെ ദാസന്മാരായിരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ക്രിസ്തുവിൻ്റെ. 6:6 88 ദാസന്മാരുടെയും യജമാനന്മാരുടെയും യജമാനൻ എവിടെയുണ്ടെന്നാണ് എഫെസോസ് 6:9 പറയുന്നത്? സ്വർഗത്തിൽ. 89 എന്തിൻ കരുത്തുള്ളവരായിരിക്കുവിൻ? ഉത്തരം കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും. 90 ആരുടെ കുടിലതന്ത്രങ്ങളെ എതിർക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ? സാത്താൻ്റെ. 91 സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് എങ്ങനെ നിൽക്കുവിൻ? 6:14 ഉറച്ചു നിൽക്കുവിൻ. ഉത്തരം. 92 ചോദ്യം 92 എന്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷ ധരിക്കുവിൻ? സമാധാനത്തിൻ്റെ. 6:15 93 ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന ക്രൂരമ്പുകളെ കെടുത്തുന്നതിന് എന്തിൻ്റെ പരിച എടുക്കുവിൻ? ഉത്തരം വിശ്വാസത്തിൻ്റെ. 6:16 94 എന്തിനുള്ള പടത്തൊപ്പി അണിയുവിൻ എന്നാണ് എഫെസോസ് 6:17 രേഖപ്പെടുത്തിയിരിക്കുന്നത്? രക്ഷയുടെ. 95 ആത്മാവിൻ്റെ വാൾ എന്താണ്? ദൈവവചനം. 6:17 96 എല്ലാ സമയവും ആത്മാവിൽ എങ്ങനെയായിരിക്കുവിൻ? പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. 97 വിശുദ്ധ പൗലോസ് തന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആര് പറയുമെന്നാണ് എഫെസോസ് 6:22 എഴുതിയിരിക്കുന്നത്? തിക്കിക്കോസ്. 98 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ. ആരാണ് ഇങ്ങനെ ആശംസകൾ അർപ്പിച്ചത്? പൗലോസ്ലീഹ. 6:24 99 സ്വർഗീയമായ എല്ലാ അഡീഷണലായിട്ടുള്ള ചോദ്യമാണ്. സ്വർഗീയമായ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും നൽകുന്നത് ആര്? പിതാവായ ദൈവം. 100 ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം വിശ്വാസികളെ തിരഞ്ഞെടുത്തത് എന്തിന്? പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. പ്രിയ സഹോദരങ്ങളെ, ഈ എപ്പിസോഡോടുകൂടി നമ്മുടെ ചോദ്യോത്തരങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ഒരു എപ്പിസോഡ് അടുത്ത ആഴ്ച ഇടാം. അത് എക്സാമിന് മുമ്പേ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ പഠന ഭാഗങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട 100-125 ചോദ്യങ്ങൾ ഇടാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച ചോദ്യോത്തരം പ്രതീക്ഷിക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇടാത്തത് എപ്പിസോഡ് കൂടുതൽ ലെങ്തി ആകുമെന്ന് വിചാരിച്ചാണ്. എല്ലാവരും അതിനെ സഹകരിക്കുമല്ലോ. ഓക്കെ, താങ്ക്സ്.